നമസ്കാരം. കോക്ടെയിൽ മീഡിയയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ നിങ്ങളോട് പറയാൻ പോകുന്നത് ATM കാർഡ് യൂസ് ചെയ്ത് എങ്ങനെ ഒരു ഓൺലൈൻ പർച്ചേസ് ചെയ്യാമെന്നാണ്. നമ്മളിൽ പലവർക്കും ഈ ടിപ്സ് അറിയാവുന്നതാണ്. എങ്കിലും അറിയാത്തവർക്ക് ഇത് ഉപകാരപ്പെടുമെന്ന് തീർച്ചയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ വീഡിയോ കാണുന്നവർ തീർച്ചയായും അറിയാത്തവർക്കായി എത്തിച്ചു കൊടുക്കുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ചെറിയ ബെൽ ബട്ടണും കൂടെ ഒന്ന് അമർത്തുകയാണെങ്കിൽ തീർച്ചയായും ഞങ്ങളുടെ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നമുക്കിടയിൽ ലോട്ട് ഓഫ് സൈറ്റുകളുണ്ട്. ആമസോൺ ഉണ്ട്, ഫ്ലിപ്കാർട്ട് ഉണ്ട്, അതുപോലെ മിന്ത്ര എന്ന് പറഞ്ഞ സൈറ്റ് ഉണ്ട്. നിറയെ സൈറ്റുകൾ നമുക്കുണ്ട്. എല്ലാ സൈറ്റുകളും ഏകദേശം അപ്ലിക്കേഷൻ ആണെങ്കിലും നമ്മൾ കമ്പ്യൂട്ടറിലൂടെ അല്ലെങ്കിൽ ഫോണിലൂടെ ആണെങ്കിലും നമ്മൾ അപ്ലിക്കേഷൻ അല്ലാത്ത വഴി പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ പോലും ഏകദേശം ഒരേ പോലെ തന്നെയാണ് നമ്മുടെ ATM കാർഡ് ആഡ് ചെയ്യുന്നതും അല്ലെങ്കിൽ നെറ്റ് ബാങ്കിങ്ങിലൂടെ നമുക്ക് പർച്ചേസ് ചെയ്യുന്നത് എല്ലാം ഒരേപോലെ തന്നെയാണ്. നമുക്ക് ഇപ്പോൾ ജസ്റ്റ് ആമസോണിലൂടെ എങ്ങനെ ആഡ് ചെയ്യാം, ATM കാർഡ് ആഡ് ചെയ്യാം എന്നതിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് കാണാം. ഞാൻ ആമസോൺ എന്ന ആപ്ലിക്കേഷൻ തുറക്കുകയാണ്. അതിൽ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് എൻ്റർ ചെയ്യാം. ഇപ്പോൾ സന്തൂർ സോപ്പാണ് ഞാൻ ജസ്റ്റ് എൻ്റർ ചെയ്തിട്ടുള്ളത്. അതിൽ നിന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ആഡ് കാർട്ട് എന്നുള്ള ബട്ടൺ അമർത്തുക. ഇപ്പോൾ പുതുതായിട്ട് ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യുന്നതാണെങ്കിൽ ഇതുപോലെ ഒരു വിൻഡോ നിങ്ങൾക്ക് വരുന്നതാണ്, ആഡ് അഡ്രസ്സ് എന്നുള്ള. അപ്പോൾ നമ്മൾ ന്യൂ അഡ്രസ്സ് ആഡ് ചെയ്യുക. അപ്പോൾ അതിൽ നമ്മുടെ പേര് ഫുൾ നെയിം എന്നുള്ളിടത്ത് പേര് ടൈപ്പ് ചെയ്യുക. അതുപോലെ നമ്മളെ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്യുക. ഫോൺ നമ്പർ അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ പിൻകോഡ് അടിക്കണം. പിൻകോഡ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പിൻകോഡ് ഒരിക്കലും തെറ്റരുത്. പിൻകോഡ് തെറ്റിക്കഴിഞ്ഞാൽ നമ്മളെ പ്രൊഡക്റ്റ് അവൈലബിലിറ്റി, നമ്മളെ ഏരിയയുമായി ബന്ധപ്പെട്ടിട്ടാണ് പ്രൊഡക്റ്റ് ഉള്ളതെന്ന് നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് പിൻകോഡ് കറക്റ്റായിട്ട് അടിക്കണം. അതുപോലെ തന്നെ നമ്മൾ അതിൻ്റെ കൂടെ നമ്മളെ സ്ഥലത്തിൻ്റെ പേര്, അതുപോലെ ഏരിയ, അതുപോലെ നമ്മുടെ സ്റ്റേറ്റ്, ഏത് സ്റ്റേറ്റിലാണ്, ഏത് ഡിസ്ട്രിക്റ്റിലാണ് എന്നുള്ളതൊക്കെ നമ്മൾ അടിച്ചതിന് ശേഷം നമ്മൾ മുന്നോട്ട് പോവുക. എന്നിട്ട് ആഡ് അഡ്രസ്സ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ പിൻകോഡ് തെറ്റായി അടിച്ചതിനാൽ അത് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഒന്നും കൂടെ നമ്മൾ ആഡ് അഡ്രസ്സ് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ന്യൂ അഡ്രസ്സ് നമുക്ക് ഓൾറെഡി ആയി. ഇനി നമ്മൾ ബാക്കിലേക്ക് പോയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പ്രൊഡക്റ്റുമായിട്ട് മുന്നോട്ട് പോകാം. ഇപ്പോൾ വീണ്ടും നമ്മൾ ആഡ് കാർട്ടിലിട്ടപ്പോൾ അതിപ്പോൾ കാർട്ടിലായി. അത് കാർട്ടിൽ ആയിട്ടുണ്ട്. നമ്മൾ ഓക്കെ അടിച്ചിട്ട് നമ്മൾ കാർട്ടിൽ പോവുക. കാർട്ടിൽ പോയിട്ട് വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം, ബൈ നൗ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നമ്മൾ അടുത്ത ഇതായിട്ട് വരുന്നത് പ്രൊസീഡ് ടു ബൈ എന്നുള്ള ഓപ്ഷൻ വരും. അത് വീണ്ടും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് വരുന്ന ഇൻ്റർഫേസ് ഡെലിവർ ദിസ് അഡ്രസ്സ്, നമ്മൾ കൊടുത്ത ആ അഡ്രസ്സിലാണോ ഡെലിവർ ചെയ്യേണ്ടത് എന്ന് കൺഫേം ചെയ്യുക. അപ്പോൾ കണ്ടിന്യൂ കൊടുക്കുക നമ്മൾ. അപ്പോൾ നമുക്ക് 3 ഓപ്ഷൻ തരും, ഏത് പേയ്മെൻറ്റ് മെത്തേഡാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടതെന്ന്. നമ്മൾ പോകുന്നത് ATM കാർഡിൻ്റെ ആയതിനാൽ നമ്മൾ ATM കാർഡ് ക്ലിക്ക് ചെയ്യുക. ആ ബട്ടണിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം കണ്ടിന്യൂ അമർത്തുക. അവിടെ ഓപ്ഷൻസ് ഉണ്ട്, നെറ്റ് ബാങ്കിങ് ഉണ്ട്, പേ ഓൺ ഡെലിവറി ഉണ്ട്, UPI ആപ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് പർച്ചേസ് ചെയ്യാം. നമുക്ക് ഏതും ചെയ്യാം. നമ്മൾ ഇപ്പോൾ ചെയ്യുന്നത് ഡെബിറ്റ് കാർഡ് യൂസ് ചെയ്ത് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ നമ്മളവിടെ ATM കാർഡിലെ പേരാണ് അവിടെ അടിക്കേണ്ടത്. അടുത്തത് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ATM കാർഡിൻ്റെ നമ്മുടെ പേര് ഫുൾ നെയിം ATM കാർഡിലുള്ളത് പോലെ തന്നെ അതിൽ ടൈപ്പ് ചെയ്യുക. അതിനുശേഷം നമ്മുടെ ATM കാർഡിലുള്ള 16 ഡിജിറ്റ് അതിലേക്ക് ഫുൾ എൻ്റർ ചെയ്യുക. ഇപ്പം നമ്മുടെ ATM കാർഡിൻ്റെ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതുപോലെ ATMൻ്റെ മന്ത് എക്സ്പയർ ടൈപ്പ് ചെയ്യുക. അതുപോലെ മന്ത് ഓഫ് ഇയറും എക്സ്പയർ ഓഫ് ഇയറും ടൈപ്പ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് CVV നമ്പർ ആഡ് ചെയ്യണം. CVV നമ്പർ എന്ന് പറഞ്ഞാൽ ATM കാർഡിൻ്റെ പിന്നിലുള്ള ഒരു നമ്പറാണ്. ഇപ്പോൾ ഞാൻ ഈ ATM കാർഡിൻ്റെ പിന്നിൽ കാണിച്ചു തന്നിട്ടുണ്ടല്ലോ CVV, അങ്ങനെ 3 നമ്പറാണ്. അത് നമുക്കിവിടെ ആ കോളത്തിൽ ടൈപ്പ് ചെയ്തിട്ട്
കാർഡ് എന്നുള്ള ബട്ടണിൽ പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് വരുന്നത് ഇപ്പോൾ നമ്മൾ കാർഡ് ആഡ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പുതിയ ഇൻ്റർഫേസ് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? ഷോപ്പിംഗ് കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ നമുക്കൊന്നുകൂടെ നമ്മളെ CVV നമ്പർ ഒന്നുകൂടെ ടൈപ്പ് ചെയ്യേണ്ടത് ആയിട്ട് വരും. അപ്പോൾ നമ്മൾ വീണ്ടും കണ്ടിന്യൂ അമർത്തുക. കണ്ടിന്യൂ അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ ഒരു പുതിയ ഇൻ്റർഫേസ് വരും. ആ ഇൻ്റർഫേസിൽ നമുക്ക് പ്ലേസ് യുവർ ഓർഡർ ആൻഡ് പേ എന്ന് ഒരു ബട്ടൺ കാണാം. അത് നമ്മൾ പ്രസ് ചെയ്യുക. അപ്പോൾ നമ്മൾക്ക് വരുന്ന പുതിയ ഇൻ്റർഫേസ് നമ്മുടെ ബാങ്കിലേക്ക് ഡയറക്റ്റാണ്. ബാങ്കിൻ്റെ ഡയറക്റ്റ് സൈറ്റിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മൾ ATM കാർഡ് രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് നമ്മുടെ OTP വരുന്നു. ആ നമ്പർ നോട്ട് ചെയ്ത് നമ്മൾ ഇവിടെ ആ OTP എന്നുള്ള ഓപ്ഷനിൽ നമ്മൾ കൊണ്ടുപോയിട്ട് എൻ്റർ ചെയ്യുക. എൻ്റർ ചെയ്തതിന് ശേഷം നമ്മൾ സബ്മിറ്റ് ബട്ടൺ അമർത്തിയാൽ നമ്മുടെ ഓർഡർ പൂർത്തിയായി. തീർച്ചയായും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും നിങ്ങൾക്ക് എന്തെങ്കിലും കമൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യുകയും ചെയ്യുക. അതിനോടൊപ്പം തന്നെ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് പുതിയ വീഡിയോകൾ ലഭിക്കുന്നതായിരിക്കും.